ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണ് നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഗാസ പിടിച്ചെടുക്കൽ പദ്ധതിയെ ഇസ്രായേൽ സൈന്യം പോലും എതിർക്കുന്നു. മാത്രമല്ല സൈനിക മേധാവി ഇതിനെതിരെ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ്റെ യോഗം ജദ്ദയിൽ ചേർന്നു. 57 മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു. ഗാസയെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതി നിയമവിരുദ്ധമാണെന്ന് യോഗം സംയുക്ത പ്രമേയം പാസാക്കി. ഗാസയിലെ യുദ്ധക്കുറ്റം തുടരുന്നതിനിടയിലും UN അംഗമായി തുടരാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ രാഷ്ട്രങ്ങൾ ചോദ്യം ചെയ്തു. പലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാനുള്ള തീരുമാനവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകരുതെന്നും രാഷ്ട്രങ്ങൾ മുന്നറിയിപ്പ് നൽകി. തുടർച്ചയായി നിയമലംഘനം നടത്തുന്നതിന് ഇസ്രായേലിനെ UN അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നും രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇസ്രായേലിനെതിരായ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുമെന്നും OIC വ്യക്തമാക്കി. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഇസ്ലാം രാജ്യങ്ങളുടെ കൂട്ടായ നടപടി ആവശ്യമാണെന്ന് OICയുടെ അടിയന്തര യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടത് നമ്മുടെ കൂട്ടായ നടപടിയാണ്. ഗാസയുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുന്നതിനായി ഇസ്രായേലിന് മേൽ കൂട്ടായ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ അടിയന്തര യോഗത്തിലെ OIC അംഗരാജ്യങ്ങളുടെ ശക്തമായ സാന്നിധ്യവും ഉന്നതതല പങ്കാളിത്തവും മുസ്ലിം രാജ്യങ്ങളുടെ ഐക്യത്തിൻ്റെ തെളിവാണെന്നും ഫിദാൻ പറഞ്ഞു. ഇസ്രായേലിനെതിരെ മുഴുവൻ അന്താരാഷ്ട്ര സമൂഹത്തെയും അണിനിരത്തേണ്ടത് അനിവാര്യമാണെന്നാണ് തുർക്കിയുടെ നിലപാടെന്നും ഫിദാൻ വ്യക്തമാക്കി. യുദ്ധം നിർത്തുക, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ പ്രതികരണം രൂപപ്പെടുത്തുക, അന്താരാഷ്ട്ര സമൂഹത്തെ അണിനിരത്തുക എന്നീ 3 അടിയന്തര ദൗത്യങ്ങളിലാണ് യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ഫിദാൻ പറഞ്ഞു. സഹോദര രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും നിർദ്ദേശിച്ച വെടിനിർത്തൽ പദ്ധതി ഹമാസ് ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നിവയുടെ സമാധാന ശ്രമങ്ങളെ തങ്ങൾ തുടർന്ന് പിന്തുണയ്ക്കുകയും മധ്യസ്ഥരെ സഹായിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഒരു കരാർ സാധ്യമാണ്, പക്ഷേ ആക്രമണകാരിയും സമ്മതിക്കണം, ഫിദാൻ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. പലസ്തീനികൾ ഗാസയിൽ തന്നെ തുടരുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. ഗാസ മുനമ്പ് കൂട്ടായി പുനർനിർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അവബോധം വളരുകയാണ്. പാശ്ചാത്യ സമൂഹങ്ങളിലെ പൊതുജനാഭിപ്രായം ഒടുവിൽ മാറാൻ തുടങ്ങിയിരിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഗാസ വെടിനിർത്തൽ കരാർ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ സേനാ മേധാവി ഇയാൽ സമീർ രംഗത്തെത്തിയിരിക്കുന്നു. ഗാസ സിറ്റി പിടിക്കാനും വംശഹത്യ വ്യാപിപ്പിക്കാനുമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നീക്കത്തിൽ സേനയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന് ഇയാൽ സമീർ തുറന്നടിച്ചു. സമാധാന കരാറിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് സൈന്യമാണ്, ഇനി അത് നെതന്യാഹുവിൻ്റെ കയ്യിലാണ്, ഇയാൽ സമീർ പറഞ്ഞു.